ഏവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 9. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പലപ്പോഴും ഓരോ രാശിക്കാരിലും ഭാഗ്യദായകമായ ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. വ്യാഴം അനുകൂലത്തിൽ വരുന്നത് നിമിത്തം സാമ്പത്തിക സ്ഥിതിയിലാണ് നല്ലൊരു മാറ്റം ദൃശ്യമാകുന്നത്. കടങ്ങളിൽ നിന്നൊരു മോചനമുണ്ടാകുവാൻ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ദാമ്പത്യ സൗഖ്യമുണ്ടാകുന്നതിനും ഭവനത്തിൽ മനസ്സമാധാനം, സന്തോഷം, കുടുംബത്തിലുള്ള ആളുകൾ തമ്മിൽ ഐക്യം, ഇതൊക്കെയും ഉണ്ടാകുന്നതിനും ഇവിടെ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം സിദ്ധിക്കും. ഇവിടെ കുബേരയോഗമാണ് സിദ്ധിക്കുന്നത്. കുബേരയോഗമെന്ന് പറഞ്ഞാൽ ധനവാനാക്കുന്ന യോഗമാണ്. കുചേലനെ അല്ലെങ്കിൽ ദരിദ്രനായ ഒരു വ്യക്തിയെ പോലും നിമിഷ നേരം കൊണ്ട് ധനവാനാക്കി, യശസ്വിയാക്കി, ഭാഗ്യവാനാക്കി മാറ്റാൻ ഈ കുബേരയോഗത്തിന് സാധിക്കുന്നതാണ്. കുബേരയോഗത്തിൻ്റെ അനുഭവ ഗുണങ്ങൾ ജീവിതത്തിൽ വരിക നിമിത്തം ഒരു വ്യക്തി എത്ര സാമ്പത്തികമായിട്ടായാലും ദാമ്പത്യമായിട്ടായാലും ഒരു അധപ്പതന അവസ്ഥയിലേക്ക് പോയാൽ പോലും ഈ കുബേരയോഗം നിങ്ങളെ തിരിച്ചു വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണഭാവത്തിലേക്ക്, ഐശ്വര്യ രൂപത്തിലേക്ക് അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എത്തിക്കുന്നതുമായിരിക്കും. ഇവിടെ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് സിദ്ധിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ രാജയോഗം അല്ലെങ്കിൽ കുബേരയോഗം തെളിഞ്ഞിരിക്കുന്നത്. രാജാവിന് തുല്യനായി വാഴുക, എല്ലാവിധ പരിവാരങ്ങളോടുകൂടിയും ഒരു ജീവിതം നയിക്കപ്പെടുക എന്നതുകൂടി ഇവിടെ സാധ്യമാകുന്നുണ്ട്. അത് എല്ലാവരിലും തെളിയുന്നില്ല എന്നതുകൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഭാഗ്യം എപ്പോഴും എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ഭാഗ്യത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നത്. അതെന്തെന്നാൽ നല്ല രീതിയിൽ ആ വ്യക്തിക്ക് ഗ്രഹത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ചൊരിയപ്പെടുന്ന വേളയിലായതിനാൽ തന്നെയായിരിക്കും മറ്റുള്ള ഒരു 10 പേരെ എടുത്താൽ 9 പേര് ചെയ്യുന്ന കാര്യങ്ങൾക്കും പരാജയം സംഭവിക്കുമ്പോഴും ഇവിടെ ഒരു ആൾക്ക് വിജയക്കൊടി പാറിക്കാൻ അല്ലെങ്കിൽ വിജയതിലകം ചാർത്തപ്പെടാനായി സാധിക്കുന്നത്. ഇവിടെ വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ തന്നെ കുബേരയോഗമാണ് രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ഫലമായി നാളെ ഫെബ്രുവരി 9 മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതം ഒരു മാറ്റത്തിൻ്റെ, ഒരു പുതിയ വർണ്ണം വിതറപ്പെടുന്ന അവസ്ഥയിലേക്ക്, ഒരു പുതിയ നേട്ടത്തിൻ്റെ സമയത്തിലേക്ക് ഒക്കെ കടക്കുകയാണ്. നാളെ ഫെബ്രുവരി 9 ഫെബ്രുവരി 9 മുതൽ കുബേരയോഗം തെളിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായി ശ്രമിക്കുക. ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ്. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി വരുന്ന ഈ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ കുബേരയോഗം വളരെ ഉച്ചസ്ഥായിയിലാണ് അനുഭവത്തിൽ വരുന്നത്. അതായത് നാളെ മുതലുള്ള കാര്യം, ഫെബ്രുവരി 9 എന്ന നാളെ മുതലുള്ള കാര്യമാണ്. കുബേരയോഗത്തിൻ്റെ ഉച്ചസ്ഥായി ഭാവമാണ് നിങ്ങൾക്ക് നാളെ മുതൽ ദൃശ്യമാകാൻ പോകുന്നത്. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈ കഴിഞ്ഞ സമയങ്ങളിൽ എല്ലാവിധ ദോഷങ്ങളും നിങ്ങളുടെ മേൽ തന്നെ വന്ന് ഭവിച്ചുകൊണ്ടിരുന്ന ഒരു വേളയാണ്. അത് ഞാൻ ജനിച്ചത് തന്നെ ഇങ്ങനെ ദോഷങ്ങൾ അനുഭവിക്കാനാണോ എന്ന് പോലും നിങ്ങൾക്ക് ജന്മം തന്ന ആളുകളോട് ചോദിക്കേണ്ട അവസ്ഥ. അത്രത്തോളം ദുഃഖകരമായ ഒരു ജീവിതം. നമ്മൾ പഴി പറയുമ്പോഴും വിഷമം പറയുമ്പോഴും ഒക്കെ ചെന്ന് അമ്മയോടും അച്ഛനോടും ആയിരിക്കും പറയുന്നത്, എന്തിനാണ് എന്നെ ഇതുപോലെ ഇങ്ങനെ വിഷമത്തിലേക്ക് കൊണ്ടു തള്ളിയിട്ടത് എന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അവരാരുമല്ല, നമ്മൾക്ക് ഒരു വിധാതാവുണ്ട്. അദ്ദേഹമാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത്. അപ്പോൾ അനുഭവിക്കേണ്ടതായ ദുർഘടകം പിടിച്ച അവസ്ഥകൾ തരണം ചെയ്തു വേണം നന്മയിലേക്ക് അല്ലെങ്കിൽ ഭാഗ്യത്തിലേക്ക് എത്താൻ. അങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തുകയാണ് നാളെ ഫെബ്രുവരി 9 മുതൽ. നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു സമയത്തിലേക്കാണ് എത്തപ്പെടുക. അപ്പോൾ പടിപടി നാളെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നല്ല, പടിപടിയായി പല ഘട്ടങ്ങൾ നിമിത്തം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ജീവിത വിജയം ഉണ്ടാകുന്നു. അതായത് പഠിച്ചു നിൽക്കുന്ന ഒരാളാണെങ്കിൽ പഠിച്ച് പാസ്സായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? ഒരു ജോലി കിട്ടുക, അപ്പോഴാണ് നിങ്ങൾക്ക് ജീവിത വിജയം. അതേപോലെ തന്നെ ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുക, അപ്പോഴും ജീവിത വിജയം. അപ്പോൾ ഈ ജോലിയിൽ നിന്ന് മേന്മകൾ ഉണ്ടാക്കി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ കഴിയുമ്പോഴും നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി നാളെ 9 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പല മാറ്റങ്ങളും വന്ന് ഭവിക്കാൻ പോവുകയാണ്. സന്തോഷം കുന്നുകൂടി വരുന്ന ഒരു സമയമായി എന്ന് തന്നെ നിങ്ങൾക്ക്
വിചാരിക്കാം. അത്ര നല്ല സമയത്തിലേക്കാണ് ഇവിടെ നിങ്ങളെ കൊണ്ടുചെന്ന് വ്യാഴം എത്തിക്കുന്നത്. ജോലിയിൽ മാറ്റം എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല സമയമാണ്. ഇപ്പോൾ തന്നെ അടുത്തൊരു ജോലിക്ക് നിങ്ങൾ ശ്രമിച്ചുകൊള്ളൂ. അല്ലെങ്കിൽ വേറൊരു ജോലി നിങ്ങൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഈ ജോലിയിൽ നിന്ന് മാറി അതിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ. അതിൽ നിന്ന് നേട്ടം കൊയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുരോഗതിയാണ്. ചെയ്യുന്ന തൊഴിൽ കൊണ്ട് വളരെയധികം നേട്ടം, അത് വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അല്ലെങ്കിൽ ഈ ജോലിക്കായി ഇറങ്ങുന്നവരാണെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖല കൊണ്ട് നേട്ടം ഉണ്ടാക്കാനുള്ള ഭാഗ്യം കൂടി സിദ്ധിക്കുന്നുണ്ട്. ക്ഷേമമുണ്ടാകുന്ന സമയമാണ്. കുടുംബ അഭിവൃദ്ധി, ഐശ്വര്യം ഒക്കെയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിമിത്തം നാളെ ഫെബ്രുവരി 9 കുബേര യോഗത്തിൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ഭവിക്കുകയാണ് നിങ്ങളുടെ മേൽ. കർക്കടകമാണ് അടുത്ത രണ്ടാമത്തെ രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കടകം രാശിയിൽ വരുന്നത്. സന്താനങ്ങൾക്ക് നല്ല സമയമാണ്. അതായത് നിങ്ങളുടെ സന്താനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയമുണ്ടാകുകയും ആ വിജയം കണ്ട് സന്തോഷിക്കാൻ ഒരു ഭാഗ്യം. കാരണം നിങ്ങൾക്കിപ്പോൾ നല്ല സമയമായതിനാൽ നിങ്ങളുടെ സന്താനങ്ങൾക്ക് കൂടി അതിൻ്റെ ഭാഗ്യം അനുഭവത്തിൽ വരുന്നതാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളിലേക്ക് വന്നാൽ നല്ലൊരു സമയമാണ്. നിങ്ങൾക്കിപ്പോൾ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും. ഐശ്വര്യത്തിൻ്റെ വേളകളാണ്. വീടുകളിൽ സമാധാനമുണ്ടാകും. അതായത് എത്ര ലൈറ്റിട്ട് വെളിച്ചമുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിനകത്ത് കലഹവും ബഹളവും ഒരു സമാധാനമില്ല. വീട്ടിൻ്റെ ഏത് മുറികളിൽ പോയിരുന്നാലും ഒരു സമാധാനമില്ലാത്തൊരവസ്ഥയല്ലായിരുന്നു നിങ്ങളുടെ വീട്ടിൽ. അതിനാണ് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. എത്ര ലൈറ്റും വെളിച്ചം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിന് തെളിച്ചം തോന്നില്ല. വീട്ടിൽ കയറുമ്പോൾ ആകെ മൂടാവസ്ഥ, വീട്ടിലോട്ട് വരണ്ട എന്ന് തോന്നുന്ന അവസ്ഥ. ഇരുട്ടി ലേറ്റായിട്ടൊക്കെ കുട്ടികൾ വീട്ടിലോട്ട് വരുന്നത് കാരണം വീട്ടിൽ കയറാൻ കഴിയുന്നില്ല. അത്രത്തോളം മാനസികമായ ഒരു പിരിമുറുക്കം, അതൊക്കെ നിങ്ങൾക്ക് മാറുകയാണ്. നിങ്ങൾക്ക് സമ്പത്തില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ പിരിമുറുക്കം ഉണ്ടാകുന്നത്. അതിനിവിടെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. സന്തോഷം ഉണ്ടാകുന്ന സമയമാണ്. യാത്രകൾ വേണ്ടി വരുന്ന സമയമാണ്. അതായത് സന്തോഷം വരുമ്പോൾ കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്ക് പോകാനുള്ള സാധ്യം വരുന്നതാണ്. അനുകൂലമായ സമയമാണ്. 11ാം ഭാവത്തിലാണ് ഇവിടെ കുബേര യോഗം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുകൂല ഭാവമായതിനാൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള മാറ്റം നിങ്ങൾക്ക് അച്ചിട്ട പോലെ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിൽ വളരെയധികം ലാഭം നിങ്ങൾക്ക്. ബിസിനസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ബിസിനസ്സുകാരല്ല. നിങ്ങൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മ മേഖലയിൽ ബിസിനസ്സുകാരുടെ കാര്യം മാത്രമായി പറയുകയാണ്. നിങ്ങൾക്ക് വളരെയധികം ലാഭത്തിൻ്റെ സമയം. പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കാനും പുതിയ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങാനുമൊക്കെ നല്ല സമയമാണ്. അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഇവിടെ 11ാം ഭാവത്തിൽ കുബേര യോഗം വ്യാഴഭാഗമായി നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗണ്യമായ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുന്ന സമയമാണ്. ഫെബ്രുവരി 9 മുതൽ ഉറപ്പിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് വിജയം സുനിശ്ചിതം തന്നെയാണ്. അടുത്ത രാശി കന്യയാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കുബേര യോഗത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്കും എത്തുകയാണ് നാളെ ഫെബ്രുവരി 9 മുതൽ. ധനവാരമാണ്. അതായത് ധനം വാരി കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നാളെ മുതൽ നിങ്ങൾ കാലെടുത്ത് വയ്ക്കാനായി പോകുന്നത്. അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ തേടി പോകേണ്ട നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ്. കാരണം ജോലിക്കായി മുന്നേ തന്നെ ആരോടെങ്കിലും പഠിച്ചിറങ്ങി നിൽക്കുക, എനിക്ക് ജോലി വേണം എന്നൊക്കെ ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ സമയങ്ങളിലൊന്നും അത് ആരും ചെവിക്കൊണ്ടില്ല. അല്ലെങ്കിൽ ആരും മുഖേന നിങ്ങൾക്കൊരു അവസരം ലഭിച്ചില്ലെങ്കിലും ആ പറഞ്ഞതിൻ്റെ ഗുണാനുഭവങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിലേക്ക് നേട്ടമായി എത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. തൊഴിൽ ലബ്ധിയാണ്. അതായത് അത് തന്നെ പറഞ്ഞത്, കൂടുതൽ നമ്മളുടെ മുന്നേ അതായത് പരിചയത്തിലുള്ള ആളുകളൊക്കെ നിമിത്തം നിങ്ങളിലേക്ക് ജോലി വരാനും അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കാനും അത് കൂടുതലും വിദേശ ഭാഗ്യമൊക്കെ തെളിയുന്നുണ്ട്. വിദേശ തൊഴിലാണ് നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ, അതായത് ഫെബ്രുവരി 9 മുതലുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് അവസരങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ശുഭവാർത്ത ഉടൻ തന്നെ ശ്രമിക്കാൻ കഴിയുന്നതാണ്. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾക്ക് പോകാനും പങ്കെടുക്കാനും അവരുമായി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ അല്പം എടുത്തുചാട്ടമുള്ളതൊന്ന് കുറയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ചില കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു ദേഷ്യത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ദേഷ്യത്തിന് തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം കൂടി വേണം. കാരണം വിഷമങ്ങളൊക്കെ വന്നപ്പോൾ മാതാപിതാക്കളോട് പറയാൻ പാടില്ലാത്തതായ പരുഷമായ രീതിയിലൊക്കെ സംസാരം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും അവർ ക്ഷമിച്ചാലും ദൈവത്തിൻ്റെ കോടതിയിൽ ചിലപ്പോൾ നമുക്ക് മാപ്പ് കിട്ടണമെന്നില്ല. അതുകൂടി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആലോചിച്ച് വേണം ഏതൊരു കാര്യത്തിന് പ്രവർത്തിക്കാൻ ഇറങ്ങാൻ. കാരണം ഇപ്പോൾ നല്ലൊരു സമയമായതിനാൽ എവിടെ നോക്കിയാലും പച്ചയായിട്ട് തോന്നും. അതുകൊണ്ട് എടുത്ത് ചാടാനുള്ളൊരു ത്വര നമ്മളിലേക്ക് എത്തുകയും അത് ചിലപ്പോൾ അത് നമ്മൾക്ക്
ബുദ്ധിമുട്ടായി ഭാവിയിൽ ഭവിച്ചേക്കാം. ആദ്യത്തെ ഒരു പച്ചപ്പ് മാത്രമേ കാണൂ, പിന്നീട് ചിലപ്പോൾ അത് ചില പ്രശ്നങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത, അതുവഴി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിഷമങ്ങൾ വരാനും അവസരം വന്ന് ഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞ് എടുത്തുചാട്ടം ഒന്നും പാടില്ല. അപ്പോൾ നല്ല സമയത്തിലേക്കാണ് നാളെ ഫെബ്രുവരി 9 മുതൽ ഈ 3 രാശിക്കാരും എത്താൻ പോകുന്നത്. കുബേര യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ മറന്നു നോക്കൂ. നാളെ മുതൽ ആ വിഷമങ്ങളെയൊക്കെ മാറ്റുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങൾക്ക് ആരംഭിക്കാനായി പോകുന്നത്.